ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പൊതുവിദ്യാലയം അടക്കേണ്ടി വന്നിട്ടുണ്ടോ? 10 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ എത്തിയത്. ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ പൊതുവിദ്യാലയങ്ങളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നു മുതൽക്കാണ്? ചോദിക്കണം ലീഗുകാരോടും കോൺഗ്രസുകാരോടും. നിങ്ങൾ ഭരിച്ചല്ലോ എത്രയോ കാലം. ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചു, ബാച്ചുകൾ തുടങ്ങി. ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് കഴിഞ്ഞ 8 കൊല്ലത്തിന് മുൻപ് നമ്മളുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പറയട്ടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അധ്യാപകന്മാർ. നിങ്ങളുടെ നാട്ടിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ ഹൈസ്കൂൾ സെക്ഷനിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഇല്ലേ എന്നൊന്ന് പോയി നോക്ക്. ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടവിടെ. കാരണം കുട്ടികൾ വർദ്ധിച്ചു. കുട്ടികൾ വർദ്ധിച്ചപ്പോ ചില രക്ഷിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമില്ല സ്വകാര്യ വിദ്യാലയങ്ങളിൽ ചേർക്കാൻ. അപ്പൊ പറഞ്ഞു, 1-ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ 1 ഡിവിഷൻ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആക്കിക്കോളൂ. ആ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. അതോടുകൂടിയല്ലേ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ വന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടോ? നമ്മളൊക്കെ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചത്. പക്ഷേ പുതിയ കുട്ടികൾക്ക്, നമ്മളുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം ബാച്ചിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭീമമായിട്ടുള്ള പണം കൊടുത്ത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചേർക്കണമായിരുന്നു. ഇന്ന് പക്ഷേ സർക്കാർ സ്കൂളിൽ ചേർത്താൽ മതി. ഈ മാറ്റം കേരളത്തിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ലേ? പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം 50,000 രൂപയാണ് സർക്കാർ നീക്കിവെക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്? മുസ്ലിം കുട്ടികൾ മുസ്ലിങ്ങൾ നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി ചേരുന്നു. ഹിന്ദു കുട്ടികൾ RSSകാരും BJPക്കാരും നടത്തുന്ന ഭാരതീയ വിദ്യാലയങ്ങൾ എന്നുള്ള പേരിൽ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കൾ കുട്ടികളെ ചേർക്കുന്നു. ഓരോ മതസമുദായക്കാരും അവരവരുടെ സ്ഥാപനങ്ങളിലേക്ക് അവരവരുടെ സമുദായങ്ങളിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വളരുന്ന കുട്ടികൾ സ്വാഭാവികമായും മതനിരപേക്ഷതാബോധം ഇല്ലാത്തവരാകും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം? നമ്മൾക്ക് മറ്റുള്ള മതസമുദായങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ ഉണ്ടാകുന്ന കാലം എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂൾ പഠന കാലയളവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് എൻ്റെ സ്കൂൾ പഠനകാലത്താണ്. LP സ്കൂളിൽ, UP സ്കൂളിൽ, ഹൈസ്കൂളിൽ നമ്മളുടെ മക്കൾ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അവർ ജീവിതത്തിൽ ആദ്യമായി മറ്റു മതസമുദായങ്ങളിലുള്ള കുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നത്, സൗഹൃദമുണ്ടാക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി അവർ ഒരുമിച്ച് കാണുന്നത് അവരെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്ന സന്ദർഭത്തിലാണ്. അവിടെ അവർ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് വളരുകയും ചെയ്യുമ്പോഴാണ് മതനിരപേക്ഷത ഒരു രാജ്യത്ത് തളിരിടുക. പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിൽ അകന്നതിന്റെ കാരണം ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ വിദ്യാലയങ്ങളിലേക്കും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്കും അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അവരുടെ കുട്ടികളെ പറഞ്ഞയച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. കോടിക്കണക്കിന് രൂപ നഷ്ടം സർക്കാരിന് സംഭവിച്ചാലും ഇങ്ങനെ വിവിധ മതജനവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളെ വ്യത്യസ്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ വളരാൻ വേണ്ടി സമ്മതിച്ചുകൂടാ. അങ്ങനെ സമ്മതിച്ചാൽ അത് രാജ്യത്ത് വിവിധ മതസമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചക്ക് വഴിവെക്കും. അതുകൊണ്ടാണല്ലോ പൊതുവിദ്യാഭ്യാസ യജ്ഞം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് ഒരു പള്ളിയിൽ വെച്ച് ഖുത്ബ പ്രസംഗം നടത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞം മതസംഘടനകളെ ദുർബലപ്പെടുത്താനാണ്. മതസംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ പറിച്ചു നടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വിശ്വാസത്തെ തകർക്കാനാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഞങ്ങൾ ചോദിച്ചിരുന്നു, എന്തിനാണ് ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളെ ഗവൺമെന്റ് സ്കൂളുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കും കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവന്നാൽ
നൂറുകണക്കിന് അധ്യാപകന്മാരുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ലേ? അത് കോടാനുകോടി രൂപയുടെ നഷ്ടമല്ലേ നമ്മളുടെ നാടിന്, നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിന് ഉണ്ടാക്കുന്നത്? അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു ഉത്തരമുണ്ട്. നമുക്ക് ചെലവാകുമെന്ന് നമ്മൾ പേടിക്കുന്ന, ഭയപ്പെടുന്ന കോടിക്കണക്കിന് രൂപ ഒരു തട്ടിലും, അങ്ങനെ ഒരുമിച്ച് വളർന്നാൽ നാട്ടിലുണ്ടാകുന്ന സൗഹൃദത്തിന്റെ ഒരു വില നിശ്ചയിച്ച് അത് നമ്മൾ മറുതട്ടിലുമായി തൂക്കി നോക്കിയാൽ ഏതിനായിരിക്കും ഭാരം കൂടുതൽ? മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാട് മതിയായിരുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം പരിപോഷിപ്പിക്കപ്പെടാൻ. അങ്ങനെ ചിന്തിക്കാൻ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളതാണ്, ഒരു സർക്കാർ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി 8ാം ക്ലാസ്സിലേക്കുള്ള അപേക്ഷാ ഫോം കൊടുക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ആ ഗവൺമെന്റ് വിദ്യാലയത്തിന്റെ മുന്നിൽ പോയി രക്ഷിതാക്കൾ ക്യൂ നിൽക്കുന്നത് നമുക്കാർക്കെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നടന്നിട്ടുണ്ട്. നടക്കാവിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ തന്റെ കുട്ടിയെ ചേർക്കാൻ 8ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് നാളെയാണെങ്കിൽ ഇന്ന് രാത്രി ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു, രക്ഷിതാക്കൾ. എന്തിന്? അപേക്ഷ ആദ്യം വാങ്ങിയാൽ എന്റെ കുട്ടിക്ക് പ്രവേശനം. അവര് മറ്റൊരു വ്യവസ്ഥ കൂടി വെച്ചു. 7ാം ക്ലാസ് വരെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഞങ്ങൾ 8ാം ക്ലാസ്സിൽ ഇവിടെ അഡ്മിഷൻ നൽകൂ. അതോടുകൂടി കോഴിക്കോട് ടൗണിലെയും പരിസരത്തെയും മുഴുവൻ സർക്കാർ UP സ്കൂളുകളും LP സ്കൂളുകളും കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. കാരണം അവരുടെ ലക്ഷ്യം നടക്കാവ് മോഡൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തങ്ങളുടെ കുട്ടികളെ ചേർക്കുക എന്നുള്ളതായിരുന്നു. അത്രമാത്രം വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയില്ലേ? കഴിഞ്ഞ അധ്യയന വർഷം +2 സീറ്റ് കിട്ടാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഈ മലബാറിൽ, മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ സമയത്തും അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് MSFന്റെ സമരം, ലീഗിന്റെ സമരം, യൂത്ത് ലീഗിന്റെ സമരം. കഴിഞ്ഞ അധ്യയന വർഷം എന്തേ അങ്ങനെ ഒരു സമരം ഉണ്ടാവാതിരുന്നു? കേരളത്തിലെ മലപ്പുറത്തെയും മലബാറിലെയും +2 സീറ്റിന്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചു. 2015 എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ മന്ത്രി അബ്ദുറബ്ബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി പിരിയുന്ന വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 32,000 കുട്ടികളാണ് 10ാം ക്ലാസ് പാസ്സായിട്ട് +1 സീറ്റ് കിട്ടാതെ ഉഴന്ന് നടന്നിരുന്നത്. എന്നാൽ പിണറായി വിജയൻ ഭരിച്ച് 10ാമത്തെ വർഷം പൂർത്തിയാകുന്ന കഴിഞ്ഞ വർഷം 10ാമത്തെ വർഷത്തിന്റെ ആരംഭത്തിൽ ഒരു കുട്ടിയും അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സീറ്റ് കിട്ടാത്തതായിട്ടില്ല. നിങ്ങൾ അവിടെ ചെന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ പോയി നോക്കൂ, +1 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങളുടെ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ നാളെ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്ക്, ഇവിടെ +1 ഏതെങ്കിലും ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ടോ? 1-2 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാകും അവിടെ. ഈ ക്രസന്റ് സ്കൂളിൽ പോയിട്ട് ചോദിച്ചു നോക്കൂ, എയ്ഡഡ് സ്കൂളല്ലേ അത്, ലീഗിന്റെ മാനേജ്മെന്റിൽ. അവിടെ പോയിട്ട് ചോദിക്കുക, അവിടെ കുട്ടികൾ ഒഴിഞ്ഞു കിടക്കുന്നില്ലേ സീറ്റുകൾ എന്ന്. എല്ലാ സ്കൂളുകളിലും +2 ബാച്ചുകൾ കൊടുത്തു, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ. എയ്ഡഡ് സ്കൂളുകൾക്ക് അധികം കൊടുത്തിട്ടില്ല, കാരണം അത് അവർ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പുതിയ +2 ബാച്ചുകൾ കൊടുത്തു, പുതിയ +2 ഗ്രൂപ്പുകൾ കൊടുത്തു. അങ്ങനെ മലബാറിന്റെ വിദ്യാഭ്യാസ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ സർക്കാർ കണ്ടു. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, സംസ്ഥാന നേതാവ് എന്താ പറഞ്ഞത്? കഴിഞ്ഞ 9.5 കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ അടുത്ത പ്രാവശ്യം നിയമസഭ പിടിക്കണം, സർക്കാർ ഉണ്ടാക്കാൻ UDFന് കഴിയണം എന്ന്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലേ ലീഗ് പറയേണ്ടത്?
മുസ്ലിം സമുദായത്തിന് എന്ത് നഷ്ടമാണ് കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായത്? വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നഷ്ടം പറ നിങ്ങൾ. എന്ത് നഷ്ടമാണ് മുസ്ലിം സമുദായത്തിനുണ്ടായത്? ലീഗിലെ 4 പ്രമാണിമാർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ളതല്ലാതെ എന്താണോ മുസ്ലിം സമുദായത്തിന് ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്ന നഷ്ടം? ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ. 62 ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു. ആ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളില്ലേ? അവർക്ക് നിഷേധിച്ചോ? അത് അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞോ സർക്കാർ? ഇപ്പോഴിതാ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ 1000 രൂപ മാസം ഈ നവംബർ മാസം മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 31.5 ലക്ഷം വീട്ടമ്മമാർക്കാണ് അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ നേട്ടം കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിലെവിടെയെങ്കിലും വ്യവസ്ഥയുണ്ടോ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്ന്? ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സർക്കാർ വിദ്യാലയങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയത്, എത്ര സുന്ദരമായിട്ടാണ് എയ്ഡഡ് സ്കൂളുകൾ ആ വികസന പ്രവർത്തനത്തോടൊപ്പം തങ്ങളുടെ വിദ്യാലയങ്ങളും നന്നാക്കിയത്. എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾക്കും അഭിവൃദ്ധിപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടിയില്ലേ? ആരെയെങ്കിലും മാറ്റി നിർത്തിയോ? 62 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തി വീടുകളിൽ എത്തിച്ചു കൊടുത്തപ്പോ അതിന്റെ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് കിട്ടിയില്ലേ? ക്രൈസ്തവർക്ക് കിട്ടിയില്ലേ? ഹിന്ദുക്കൾക്ക് കിട്ടിയില്ലേ? ഏത് മതവിഭാഗക്കാർക്ക്, ഏത് ജാതി വിഭാഗക്കാർക്കാണ് അത് കിട്ടാത്തത്? 62 ലക്ഷം മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തുണ്ട് അങ്ങനെ ഒരു സംഭവം? 2000 രൂപ വെച്ചാണ് കിട്ടുന്നത്. ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരിൽ മഹാഭൂരിഭാഗവും വൃദ്ധജനങ്ങളാണ്, പ്രായമായിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള കരുത്താണ് ഈ 2000 രൂപ. 60 വയസ്സ് വരെ എല്ലുമുറിയെ പണിയെടുത്തു ഗൾഫിലും നാട്ടിലുമൊക്കെയായിട്ട് അവസാനം ഒരുപാട് രോഗങ്ങളുടെ കാരിയറായി പ്രായം സമ്മാനിച്ച രോഗങ്ങൾക്കടിപ്പെട്ട് വീടിന്റെ മൂലയിൽ കഫം തുപ്പി കഴിയുന്ന മനുഷ്യന്റെ കൈകളിലേക്കാണ് പിണറായിയുടെ ഗവൺമെന്റ് 2000 രൂപ കൊണ്ടുചെന്ന് കൊടുക്കുന്നത്. UDF ഭരിച്ചിരുന്നു. അന്ന് 34 ലക്ഷം ആളുകൾക്കായിരുന്നു പെൻഷൻ. അതും 600 രൂപ. 600 രൂപയാണ് പെൻഷനായിട്ട് അന്ന് കൊടുത്തിരുന്നത്. വെറും 600 രൂപ. അത് തന്നെ 500 രൂപ VS സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്നു. 100 രൂപയാണ് കൂട്ടിയത്. 100 രൂപ. 600 രൂപ 18 മാസം കൊടുക്കാതെ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിച്ച് ഇറങ്ങിപ്പോയ സർക്കാരായിരുന്നു UDF-ന്റേത്, ഉമ്മൻചാണ്ടിയുടേത്. ആ പൈസ മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു 2016 അധികാരത്തിൽ വന്ന 1-ാം പിണറായി സർക്കാർ. എന്നിട്ട് എന്ത് ചെയ്തു? 600 1000 രൂപയാക്കി, 1000 1400 ആക്കി, 1400 1600 ആക്കി, 1600 2000 രൂപയാക്കി. 2000 രൂപ വെച്ച് ഒരു വീട്ടിൽ നമ്മളുടെ അച്ഛനമ്മമാർക്ക്, നമ്മളുടെ മുത്തശ്ശന്മാർക്ക്, മുത്തശ്ശിമാർക്ക്, വല്യാപ്പാർക്ക്, വല്യന്മാർക്ക് കിട്ടുന്നു എങ്കിൽ അതിലും വലിയ നേട്ടം മറ്റെന്തുണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള ആത്മവിശ്വാസമാണ് അതിലൂടെ കൈവന്നിരിക്കുന്നത്. അങ്ങാടിയിൽ പോയിട്ടൊരു ചായ കുടിക്കണമെങ്കിൽ ഒരു വരുമാനവുമില്ലാത്ത ഈ വയോജനങ്ങൾ എന്ത് ചെയ്യും? മക്കളുടെ മുന്നിൽ കൈനീട്ടുകയല്ലേ അവർ ചെയ്യുന്നത്? മക്കൾ ദുബായിലൊക്കെ ആയിരിക്കും, അതൊക്കെ ശരി, അവർ കൊടുക്കും ചെയ്യും. ഞാനത് കൊടുക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളുടെ വാപ്പാര്, നമ്മളുടെ അച്ഛന്മാര്, അവര് നമുക്ക് വേണ്ടി ചെലവാക്കിയിട്ടല്ലേ ശീലമുള്ളൂ, കൊടുത്തിട്ടല്ലേ അവർക്ക് ശീലമുള്ളൂ, വാങ്ങിയിട്ടവർക്ക് ശീലമില്ലല്ലോ. ആ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ മക്കളുടെ മുമ്പിലാണെങ്കിൽ പോലും കൈനീട്ടുന്നതിൽ നിന്ന് തടഞ്ഞ സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ.
ഇനിയും അത് വർദ്ധിപ്പിക്കും.